ചാനൽ സൂപ്പർ ലീഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വീക്ക് 45 നവംബർ 2 മുതൽ നവംബർ 8 വരെയുള്ള ദിവസങ്ങളിലെ മലയാളം ടെലിവിഷൻ ചാനൽസിന്റെ റേറ്റിംഗിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു വിശകലനമാണിത്. പ്രത്യക്ഷത്തിൽ വളരെ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലാത്തൊരു വീക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പ്രത്യേകതകളൊന്നുമില്ല. റേറ്റിംഗിൽ വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചോ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. ഒരുപക്ഷെ ഒരു ചേഞ്ച് സംഭവിച്ചേക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച വരെയുള്ളത്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. എനിക്കാണ് ന്യൂസ് ചാനൽസിൽ ഒരു കാര്യമായിട്ടുള്ള ഒരു വേരിയേഷൻസ് ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. കാരണം സ്റ്റഡി വീക്ക് 44 എന്തോ ആയിരുന്നു, അതിനെക്കാട്ടും വളരെ ദശാംശം മാത്രം ചേഞ്ചുള്ള ഒരു റേറ്റിംഗ് ആണ് ഈ ആഴ്ച വന്നിട്ടുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്നത്. ഞാൻ ഈ നമ്പർ 1 നമ്പർ 2 എന്ന് പ്രത്യക്ഷത്തിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇത്തവണ കുറച്ച് വേരിയേഷൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. കാരണം വെച്ചാൽ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ കുറച്ച് വീക്കുകളായിട്ട് GEC സെക്ടറിൽ എന്ന പോലെ തന്നെ ന്യൂസ് ചാനലിലും ഒരു ഒരേ ശീലം തന്നെയാണ് കാണിക്കുക പോകുന്നത്. കാരണം വലിയ ഏറ്റക്കുറച്ചിലുകൾ കാണുന്നില്ല. പ്രത്യേകിച്ചും പൊളിറ്റിക്സ് ആണ് കൂടുതൽ വരുന്ന സംഭവം ഈ ദിവസങ്ങളിൽ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അധികം ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡ്രോപ്പ് കാണാത്തത്. ഏഷ്യാനെറ്റ് ന്യൂസ് നമ്പർ 1 ആണ്. കഴിഞ്ഞ വീക്ക് 44-നേക്കാട്ടും ഒരു 0.68 ദശാംശം കൂടുതലുണ്ട്. 92.16 ആണ് ഏഷ്യാനെറ്റ് ഈ ആഴ്ചയിലത്തെ റേറ്റിംഗ്. സെക്കൻഡ് പൊസിഷൻ റിപ്പോർട്ടറാണ്. റിപ്പോർട്ടർ ഒരു വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ ഡിജിറ്റ് ഡ്രോപ്പ് ഉണ്ട്. 77.5 ആണ് റിപ്പോർട്ടർ ഗെയിൻ ചെയ്തിട്ടിരിക്കുന്നത്. ആൻഡ് 24 പതിവ് പോലെ തേർഡ് പൊസിഷൻ. പക്ഷെ അവർ ആ ഡ്രോപ്പിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന പോലെ തന്നെ വീണ്ടും 1.5-2 പോയിന്റോളം ഡ്രോപ്പ് വന്നിട്ടുണ്ട് അവർക്ക് കഴിഞ്ഞ ആഴ്ചത്തേക്കാട്ടും. 61.26. ആൻഡ് ഫോർത്ത് പൊസിഷൻ മനോരമ 45.33. ആൻഡ് മാതൃഭൂമി 35.06. ആൻഡ് ജനം കുറച്ചൊരു ഒരു പോയിന്റോളം 1.5-2 പോയിന്റോളം കഷ്ടി ഒരു ഗ്രോത്ത് അവർക്ക് വന്നിട്ടുണ്ട് ഈ ആഴ്ചകളിൽ. കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് ചെറിയൊരു ഗ്രോത്തിന്റെ ഒരു വളർച്ചയുടെ ഒരു റേറ്റിംഗിൽ റിഫ്ലക്ഷൻ കാണുന്നുണ്ട്. ഒരുപക്ഷെ അത് പൊളിറ്റിക്സിന്റെ ഒരു ഇഷ്യൂസ് തന്നെ നടക്കുന്നതുകൊണ്ടാവാം ചിലപ്പോൾ അത്തരം ഒരു ഗ്രോത്ത് വരുന്നത്. ജനം ഈ ആഴ്ച കിട്ടിയിരിക്കുന്നത് 23.32. സെവൻത്ത് പൊസിഷൻ നിൽക്കുന്നത് കൈരളി 21.45. ആൻഡ് ന്യൂസ് 80 13.03. ആൻഡ് മീഡിയ 1 10.47. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ഫോർകാസ്റ്റ് ചെയ്തിരുന്ന വലിയ വ്യത്യസ്തമായിട്ടുള്ള റേറ്റിംഗ് ഒന്നുമില്ല. ഏകദേശം 2 ചാനൽ ഒഴിച്ച് മാതൃഭൂമിയും മനോരമയും നമ്മളന്ന് ഫോർകാസ്റ്റ് ചെയ്ത പോലെയുള്ള ഒരു ഗ്രോത്ത് ചേഞ്ച് ഉണ്ടായിരുന്നില്ല. കുറച്ചും കൂടി ഡ്രോപ്പ് ആയിരുന്നു. നമ്മൾ ഒരു ഫോർകാസ്റ്റ് ചെയ്ത ഫിഗറിനെക്കാട്ടും താഴെയായിരുന്നു അവരെ ഗെയിൻ ഈ ആഴ്ച കിട്ടിയിട്ടുള്ളത്. അല്ലാതെ ഒരു വ്യത്യസ്തത ഒന്നും കാണുന്നില്ല അതിൻ്റെ ഉള്ളിൽ. കാരണം ഇതിപ്പോ GEC ചാനലിന്റെ സ്റ്റാറ്റസ് പറയുന്ന പോലെ തന്നെ പ്രത്യക്ഷത്തിൽ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഇല്ല. ആസ് യൂഷ്വൽ കഴിഞ്ഞ ആഴ്ച എന്താണോ അത് തന്നെയാണ് ഈ ആഴ്ച വന്നിട്ടുള്ളത്. ഇനിയുള്ള വരും ആഴ്ചകളിലും തുടരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം കമ്മിങ് നെക്സ്റ്റ് ബാർക്ക് എപ്പോഴും ബൈ ഇലക്ഷന്റെ ഒരു ഇലക്ഷന്റെ ചൂട് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ആഴ്ച നമ്മൾ ശരിക്കും എക്സ്പെക്ട് ചെയ്തിരുന്നു. കാരണം ചില പെട്ടി വിവാദം കത്തി നിന്ന ഒരു 2 ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ ആ ദിവസങ്ങളിൽ ഡേ ബാൻഡിൽ കൂടിയെങ്കിൽ പോലും ഓവറോൾ ചാനലിന്റെ റേറ്റിംഗ് ഒരു ചാനലിന്റെ ഏഷ്യാനെറ്റ് എന്നല്ല ഏത് ചാനലിന്റെ ആണെങ്കിലും ശരി ഇപ്പൊ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള 9 ചാനലിൽ പ്രത്യക്ഷമായിട്ടുള്ള ഒരു ചേഞ്ചും കണ്ടില്ല. ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല. വിചാരിച്ച പോലെ ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല. പൊതുവെ 2 ദിവസത്തെ ഇൻസിഡന്റ് മതി ഒരു 4-5 പോയിന്റ് ഒക്കെ ശരിക്കും ഗ്രോത്ത് ഉണ്ടാവാനായിട്ട്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ വിചാരിച്ച പോലെയല്ല, പക്ഷെ ഓൾറെഡി പൊളിറ്റിക്സ് അതിന്റെ പേരിൽ തന്നെ രാഷ്ട്രീയത്തിനോടുള്ള ഒരു എന്താ പറയാ കുറച്ച് ആ ഡേ ബാൻഡിലുള്ള ആൾക്കാരുടെ ഒരു താല്പര്യമില്ലായ്മ അവിടെ പ്രത്യക്ഷത്തിൽ കണ്ടിട്ടുണ്ട്. കാരണം പൊതുവെ ന്യൂസ് ചാനലിലെ ഒരു ടാർഗറ്റ് കിട്ടുന്ന ഒരു റേറ്റിംഗ് തന്നെയാണ് ഈ ആഴ്ച കിട്ടിയിട്ടുള്ളത്. ഈ ആഴ്ചയിൽ GEC സെക്ടർ നോക്കുമ്പോൾ നമ്മൾ സ്ഥിരം പറയാറുള്ള പോലെ തന്നെയാണ്. അവിടെ നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4, നമ്പർ 5 ഒക്കെ ഒരേപോലെ തന്നെയാണ്. 5-ൽ ചെറിയൊരു മാറ്റമുണ്ട്. എങ്കിലും അതിൽ വലിയൊരു മാറ്റങ്ങൾ എന്ന് പറയാൻ പക്ഷെ ഡ്രോപ്പ് ഉണ്ട്. പൊതുവെ ഈ ആഴ്ച ഈ ബാർക്കിൽ പൊതുവെ GEC സെക്ടറിൽ കുറച്ച് ഡ്രോപ്പ് കാണിച്ചിട്ടുണ്ട്. ഏകദേശം 48 പോയിന്റോളം ഡ്രോപ്പിൽ ഏഷ്യാനെറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 657.48 45. ദെൻ സെക്കൻഡ് പൊസിഷൻ കേരളത്തിന് കിട്ടിയിരിക്കുന്നത് 189.99. ഞാൻ ഈ പറയുന്നത് കേരള,
2+ ആണ്. കാരണം വെച്ചാൽ പലപ്പോഴും ചാനലിന്റെ പബ്ലിസിറ്റി കാണുമ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം. കാരണം അവർ പറയുന്ന റേറ്റിംഗ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഞാൻ ആ സെക്ടറിൽ പറയുന്നുണ്ട്, ചാനലിന്റെ പ്രൊപ്പഗൻഡയായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അവർ ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന ടാർഗറ്റ് TG ഗ്രൂപ്പ് എന്ന് പറയുന്നത് 50+ മെയിൽ ആൻഡ് ഫീമെയിൽ അർബൻ ആണ് കൂടുതൽ നോക്കുന്നത്. കാരണം മാർക്കറ്റിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന TG ഗ്രൂപ്പ് അതാണ്. പക്ഷെ ഒരു ജെന്യുവനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേരള 2+ ആണ് എടുക്കേണ്ടത്. കാരണം ഓവറോൾ ചാനലിന്റെ പെർഫോമൻസ് മാർക്കറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടല്ല, ടോട്ടൽ ചാനലിന്റെ ഒരു ലീഡർഷിപ്പ് കാണാൻ എപ്പോഴും നല്ലത് 2+ എടുക്കുന്നതാണ്. ആൻഡ് തേർഡ് പൊസിഷൻ നിൽക്കുന്നത് ഫ്ലവേഴ്സ് TV ആണ്, 176. ഫ്ലവേഴ്സിന് കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായിരുന്ന ഡ്രോപ്പ് പോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച കുറച്ച് ഡ്രോപ്പ് ഉണ്ട്, ഒരു 6 പോയിന്റോളം ഡ്രോപ്പ് ഉണ്ട്. 176.13 അവരുടെ ഒരു റേറ്റിംഗ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഫോർത്ത് പൊസിഷൻ നിൽക്കുന്നത് മഴവിൽ മനോരമ. മനോരമ ഇപ്രാവശ്യം അതിൽ ചെറിയ ചേഞ്ച് ഉള്ളതെന്ന് വെച്ചാൽ മനോരമ ഒരു പോയിന്റ്, ഒരു പൊടിക്കൊന്നും താഴെ പോയിട്ടുണ്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല, എങ്കിൽ പോലും ഒരു 4 പോയിന്റ് വ്യത്യാസത്തോടെ 171.91 മനോരമ നേടിയിട്ടുള്ളത്. ദെൻ 5th പൊസിഷനിലും സൂര്യ TV മാറ്റിയിട്ട് ഏഷ്യാനെറ്റ് മൂവീസ് 5th പൊസിഷനിൽ എത്തി എന്നുള്ളതാണ് ഒരു ചെറിയ ചേഞ്ച്. മൂവീസിന് ഇപ്പോഴും അങ്ങനെ സംഭവിക്കാം. കാരണം നല്ല ടൈറ്റിൽസ് വന്നാൽ, നല്ല കാസ്റ്റിംഗുള്ള മൂവീസ് വന്നാൽ ഷെഡ്യൂളിംഗ് അനുസരിച്ച് മൂവിയിൽ റേറ്റിംഗ് വരിക സ്വാഭാവികമാണ്. ഏഷ്യാനെറ്റ് മൂവീസ് നേടിയിട്ടുള്ളത് 133.44. സെയിം ടൈം 50+ ഫീമെയിൽ മെയിൽ ആൻഡ് ഫീമെയിൽ അർബൻ TG ഗ്രൂപ്പിന്റെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 2+നേക്കാട്ടും ഒരു 10, 100, 200 GRPയുടെ വ്യത്യാസം കാണാൻ പറ്റും. നമുക്കതിൽ ആ ഗ്രൂപ്പില് നമ്പർ 1 നിൽക്കുന്നത് ഏഷ്യാനെറ്റ് തന്നെയാണ്, 836 പോയിന്റ്. സെക്കൻഡ് പൊസിഷൻ നിൽക്കുന്നത് സി കേരളം 262. ആൻഡ് തേർഡ് പൊസിഷൻ നിൽക്കുന്നത് മഴവിൽ മനോരമയാണ്. മഴവിൽ മനോരമ 213. ഫ്ലവേഴ്സ് 4th പൊസിഷനാണ് ഈ ഒരു ഗ്രൂപ്പിൽ 203. ദെൻ സൂര്യ TV 5ാമത്തെ പൊസിഷനിൽ 143. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും മാർക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ്. ഇതാണ് നമ്മൾ മാർക്കറ്റിൽ നമ്മൾ ഒരു സെയിൽസിന് ഒരു ചാനലിന്റെ സെയിൽസ് പേഴ്സൺസ് പോയി പ്രസന്റ് ചെയ്യണം എപ്പോഴും ഈ ഒരു TG ഗ്രൂപ്പ് ആയിരിക്കും. അവരൊരിക്കലും കേരള പ്ലസ് ഒരിക്കലും പ്രസന്റ് ചെയ്യാറില്ല. കാരണം നമുക്കറിയേണ്ടത് കുറച്ചുകൂടി പോപ്പുലാരിറ്റി മെഷർമെന്റ് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അറിയേണ്ടത് നമ്മൾ എന്താ പറയാ 2+ തന്നെയാണ് അറിയേണ്ടത്. പക്ഷെ മാർക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, കാരണം സ്പെൻഡിങ് ആൾക്കാർ ഒരു ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ പറയുന്നത് 15 വയസ്സിനും 70 വയസ്സിനും ഇടയ്ക്കുള്ള ഒരു TG ഗ്രൂപ്പ് അതിന്റെ പേരിലാണ് മാർക്കറ്റിംഗ് അത് പ്രിഫർ ചെയ്യുന്നത്. GC സെഗ്മെന്റിൽ സീരിയൽസിലൊന്നും ഒരു മാറ്റങ്ങളും ഇല്ല. കാരണം വെച്ചാൽ പ്രത്യക്ഷമായ ഒരു ഡ്രോപ്പോ ചേഞ്ചോ ഒന്നുമില്ല. വളരെ മൈന്യൂട്ട് ദശാംശങ്ങൾ കുറവോ കൂടുതലോ ഉള്ളൂ മാത്രം. അതൊന്നും ഒരിക്കലും നമുക്ക് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഡിപ്പെൻസ്, ആ സമയത്ത് ഒരു ബ്രേക്ക് മാറുന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രം വരുന്ന ചെറിയ ചേഞ്ചസ് മാത്രമാണ്. ഇതാണ് ഇന്നത്തെ ഒരു ഏകദേശം GC ചാനൽസിന്റെയും ഒരു പൊസിഷൻ. നെക്സ്റ്റ് വീക്കില് നമുക്ക് ഒരു ഫോർകാസ്റ്റ് എന്ന രീതിയിൽ, ന്യൂസ് ചാനൽസിന്റെ ഒരു ഫോർകാസ്റ്റ് എന്ന രീതിയിൽ പറയുമ്പോൾ ഏകദേശം വലിയ ചേഞ്ചസ് ചിലപ്പോൾ സംഭവിച്ചേക്കാം. കാരണം വെച്ചാൽ ഇലക്ഷന്റെ ചൂട് വരുന്ന ദിവസങ്ങളായിട്ടുണ്ട്. ഡേ ബാൻഡിൽ കുറച്ച് റേറ്റിംഗ് കൂടാൻ സാധ്യതയുണ്ട്. എങ്കിലും കഴിഞ്ഞ ആഴ്ചയിലത്തെ ഒരു റേറ്റിംഗിന്റെ ഒരു വിശകലനം നോക്കുമ്പോൾ അടുത്ത ആഴ്ചയും അങ്ങനെ വല്ലാത്തൊരു രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ വരാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ പ്രൈം ബാൻഡിൽ ചിലപ്പോൾ ലീഡർഷിപ്പ് ഏഷ്യാനെറ്റിന് കുറച്ചും കൂടി ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട്. പൊളിറ്റിക്സ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്ഥിരമായിട്ട് കിട്ടാറുള്ളത് ഇപ്പോൾ റിപ്പോർട്ടറും 24-നേക്കാട്ടും ഡേ ബാൻഡ് കുറച്ചും കൂടി ഡേ ബാൻഡിൽ കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ ഒരു അച്ചീവ്മെന്റ് പ്രൈം ടൈമിൽ ഏഷ്യാനെറ്റ് കിട്ടുക സ്വാഭാവികമാണ്. ഞാൻ ഒരു ചാനലിലും ഹൈലൈറ്റ് ചെയ്ത് പറയുകയല്ല, ഇത് ബേസിക്കലി നടക്കുന്ന ഒരു ഫാക്ട് ആണ്. നമുക്ക് ഡാറ്റ ചെക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണത്. ഏകദേശം നമുക്ക് ഏഷ്യാനെറ്റിന്റെ ഫോർകാസ്റ്റ് എന്ന് പറയുന്ന ഒരു 91-95 വരെ റേഞ്ചിൽ അവർക്ക് ഗെയിൻ ചെയ്യാം. സെക്കൻഡ് പൊസിഷൻ റിപ്പോർട്ടർ തന്നെയായിരിക്കും, ഒരു 77-83 റേഞ്ചിൽ വരാം. ആൻഡ് 24 ന്യൂസ് തേർഡ് പൊസിഷൻ നിൽക്കുന്നു, 63 അല്ലെങ്കിൽ 63 തൊട്ട് 67 വരെയുള്ള ഒരു റേറ്റിംഗിൽ വരാം. ദെൻ മനോരമ 48-52 വരെ റേറ്റിംഗിൽ വരാം. മാതൃഭൂമി 35-39 വരെ വരാം. ജനം ഒരു ചെറിയ ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഒരു ഫോർകാസ്റ്റ് ആണത്. 22 മുതൽ 26 വരെ റേറ്റിംഗ് വരാം. കൈരളി 19 മുതൽ 23 വരെ വരാം. ന്യൂസ് 80 12 മുതൽ 18 വരെ വരാം, 15 വരെ വരാം. മീഡിയ 1 10 മുതൽ 13 വരെ. അതിലൊന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഫസ്റ്റത്തെ ഒരു 4 ചാനൽ മാത്രം നമ്മളൊരു കോമ്പറ്റീഷന് വേണ്ടി പഠിക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ അത് മാത്രം, ബാക്കിയെല്ലാം കൂടെ പറയുന്നത് മാത്രമേ ഉള്ളൂ.
ഈ റേറ്റിങ്ങിനോടൊപ്പം തന്നെ ഒരു കാര്യം ഞാൻ കൂട്ടി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഡേ ബാൻഡിലൊക്കെ യൂട്യൂബിലെ ട്രാഫിക് അല്ലെങ്കിൽ ലൈവ് എത്ര പേര് കാണുന്നു എന്നതിനെ ഹൈലൈറ്റ് ചെയ്ത് പല ചാനൽസും പ്രസന്റ് ചെയ്യാറുണ്ട്. നല്ല കാര്യം തന്നെയാണ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നു, ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണണം എല്ലാ കണ്ടന്റുകളും എന്ന് തന്നെ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഇതൊരു പൊരുത്തക്കേടുകളുണ്ട് ചില കാര്യങ്ങളിൽ. പ്രത്യേകിച്ച് നമ്മൾ ഇതൊന്ന് ഡേ ബാൻഡിലും നൈറ്റിലൊക്കെ നമ്മളൊന്ന് ഇവരെ ട്രാഫിക് ഒന്ന് പഠിക്കുമ്പോൾ പലപ്പോഴും നാഷണൽ ചാനൽസിനെക്കാട്ടും ഇന്റർനാഷണൽ ചാനൽസിനെക്കാട്ടും കൂടുതൽ വ്യൂവർഷിപ്പ് മലയാളത്തിലെ ചില ചാനലുകൾക്ക് കിട്ടുന്നു എന്നുള്ളത് ഒരു പക്ഷേ ചിലർക്കെങ്കിലും സംശയം തോന്നിയേക്കാം. എനിക്ക് സംശയം തോന്നിയിട്ടില്ല പേര് ഞാൻ അത് ഷെയർ ചെയ്യുന്നത്. പലപ്പോഴും ഡേ ബാൻഡിൽ നമുക്കിപ്പോൾ ആദ്യത്തൊക്കെയാണ് ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ചാനൽ ഹിന്ദി കാറ്റഗറി, ഹിന്ദി സ്പീക്കിംഗ് കാറ്റഗറി ചാനൽസിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന, ഇന്ത്യയിൽ തന്നെ ടോപ്പ് നമ്പർ 1 ന്യൂസ് ചാനലിൽ നിൽക്കുന്ന ആജിത്തക്കാണ്. ആജിത്തക്കിന് പോലും ചില പ്രൈം ബാൻഡിലോ അല്ലെങ്കിൽ ഡേ ബാൻഡിൽ കിട്ടുന്ന ഒരു ട്രാഫിക് എന്ന് വെച്ചാൽ ഒരു 10,000 മുതൽ 20,000 വരെയുള്ള ഇടയ്ക്കാണ്. അതിനോട് തത്തുല്യമായിട്ട് തന്നെ മലയാളത്തിലെ ചാനലുകൾ ഗെയിൻ ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഞാൻ ചാനലുകളുടെ പേരുകൾ പറയുന്നില്ല, നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. പക്ഷെ പലപ്പോഴും അത് ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ അവർ യൂട്യൂബിന്റെ ബോട്ടിംഗ് ഉപയോഗിക്കുന്നുണ്ടാവും. ബോട്ടിംഗ് ആക്ച്വലി ഇല്ലീഗൽ അല്ല, യൂട്യൂബിന്റെ പ്രിൻസിപ്പിൾ പ്രകാരം അത് അവര് അനുവദനീയമല്ല. കാരണം വെച്ചാൽ ആ ബോട്ടിംഗ് നടക്കാൻ വെച്ചാൽ ഹൈപ്പ് ഉണ്ടാക്കുക, നമ്മൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള IP അഡ്രസ്സോ അല്ലെങ്കിൽ ഫേക്ക് ഇമെയിൽ ഐഡിയോ വെച്ച്, ഫേക്ക് എന്ന് പറയാൻ പറ്റില്ല, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇമെയിൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വ്യൂ കാണിക്കുന്ന ഒരു സിസ്റ്റമാണ് ബോട്ടിംഗ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ മലയാളം ചാനൽസ് പ്രത്യക്ഷമായ ഒരു കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊരു വളരെ സംശയമുണ്ട്. പലപ്പോഴും പല ചാനൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ബ്രേക്ക് ടൈമിലടക്കം റേറ്റിംഗ് വരിക എന്നുള്ളത് ഒരിക്കലും ഒരു ചാനലിലും ലോജിക്കലി ബ്രേക്ക് ടൈമിൽ റേറ്റ് ചെയ്യാറില്ല, പെട്ടെന്ന് ഡ്രോപ്പ് കാണിക്കും. ഇവിടെ ഡ്രോപ്പ് വരുന്നുണ്ട്, പക്ഷേ 200 പേര് 300 പേരൊക്കെ ഡ്രോപ്പ് കാണുന്നുള്ളൂ. നമ്മൾ കണ്ടിന്യൂസ് വാച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് അതിൻ്റെ ഉള്ള ഒരു ഔചിത്യക്കുറവുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ബോട്ട് ചെയ്യുമ്പോഴും ബ്രില്യൻ്റ് ആയിട്ട് ബോട്ട് ചെയ്യണം എന്നാണ് ഞാൻ ആവശ്യപ്പെടാറുള്ളത്. എൻ്റെ ഒരു സജഷൻ. കാരണം വെച്ചാൽ അത് ലോജിക്കലി ഓർഗാനിക് ഗ്രോത്ത് ഉണ്ടാവുന്ന പോലെ തന്നെ ഓർഗാനിക് ഡ്രോപ്പ് ഉണ്ടാവുമ്പോൾ ഡെഫിനറ്റ്ലി ബോട്ട് ചെയ്യുമ്പോഴും അത് കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി വിശ്വസനീയമായിരിക്കും. കാരണം നാളെ ഈ ക്ലയൻസ് ഒക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റത്തില്ല, അവർക്ക് അറിയാൻ പറ്റും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. ഇത് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ഇന്റർനാഷണൽ ചാനൽസിന്റെ റീച്ച് ഒരിക്കലും മലയാളം ചാനലിൽ കിട്ടാൻ സാധ്യതയില്ല, ലോജിക്കലി ഇല്ല. പക്ഷേ നമ്മളിപ്പോൾ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇവരുടെ പെനിട്രേഷൻ കാണുമ്പോൾ നമ്മൾ അതിന് അത്ഭുതപ്പെട്ടു പോകും, ഇത്രയധികം ആൾക്കാർ മലയാളം ടെലിവിഷൻ കാണുന്നുണ്ടോ എന്നുള്ളത്. അതൊരു വിശ്വസനീയ കുറവുണ്ട്. പലപ്പോഴും ഒരു പക്ഷേ യൂട്യൂബിന്റെ അലോഗരിതം മാറുമ്പോൾ ഈ ഒരു കാര്യത്തിൽ കുറച്ചും കൂടി ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നേക്കാം. യൂസേഴ്സിന് അതിന്റെ കറക്റ്റ് ഡാറ്റ അറിയുന്ന രീതിയിൽ തന്നെ ക്ലയൻസിനും ഒരു സത്യസന്ധമായിട്ടുള്ള ഡാറ്റ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇതൊരു നെഗറ്റീവ് സൈഡ് അല്ല, ഇത് ഓൾ ഈസ് ഫെയർ എന്ന് പറയുന്ന പോലെ ഇത് യുദ്ധത്തിനും പണ്ട് ഏതോ ഇത് പറഞ്ഞുകൊണ്ട് പ്രണയത്തിനും യുദ്ധത്തിനും എന്തോ ആവാം എന്ന് പറയുന്ന ഒരു പ്രോവർബ് ഉള്ള പോലെ തന്നെ ഇതൊരു വാറായിട്ട് കണക്കാക്കുമ്പോൾ വ്യൂവർഷിപ്പിലും ഈ ഇത്തരം ഡാറ്റ കയറുന്നതുകൊണ്ട് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യക്ഷത്തിലില്ല. കാരണം ഇത് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു ക്ലയന്റിനെ സംബന്ധിച്ച് അവർക്കറിയാം ഇത് എന്തുമാത്രം വിശ്വസനീയത ഉണ്ട് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പോവാതിരിക്കുക എന്നാണ് എപ്പോഴും നല്ലത്. കാരണം നമുക്കൊരു ഓർഗാനിക് ഗ്രോത്തിൽ വിശ്വസിക്കുക, അതിന് കണ്ടന്റ് നല്ലത് കൊടുക്കുക, നല്ല രീതിയിൽ റീച്ച്, നല്ല രീതിയിൽ പാക്കേജ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. പക്ഷേ ചില ഷോർട്ട് കട്ടുകൾ നോക്കുക എന്നുള്ളതാണ് എപ്പോഴും നോക്കുന്നത്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ ഡാറ്റാസുമായി അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.